ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ദ സൂ സ്റ്റോറി ബൈ എഡ്വാർഡ് ആൽബി. അപ്പോൾ നമുക്ക് ആദ്യം ഓഥറിനെ കുറിച്ച് നോക്കാം. എഡ്വാർഡ് ഫ്രാങ്ക്ലിൻ ആൽബി വാസ് എ ഫേമസ് അമേരിക്കൻ പ്ലേറൈറ്റ്. He was born in 1928 and died in 2016. He wrote many powerful plays such as The Zoo Story, The Sandbox, Who is Afraid of Virginia Woolf, A Delicate Balance, Three-Tailed Woman. അപ്പോൾ എഡ്വാർഡ് ആൽബിയാണ് ദ സൂ സ്റ്റോറി എന്ന് പറയുന്ന ഈ ഒരു പ്ലേ എഴുതിയിട്ടുള്ളത്. അദ്ദേഹം ഒരു അമേരിക്കൻ പ്ലേറൈറ്റാണ്. 1928 ജനിച്ച് 2016 അദ്ദേഹം മരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഒരുപാട് പ്ലേസ് എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പ്ലേ ആയിട്ടുള്ള ദി സൂ സ്റ്റോറി 1958 അദ്ദേഹം എഴുതുന്നത്. അപ്പോൾ അതാണ് നമ്മളിതിൽ പഠിക്കാൻ പോകുന്നത്. ദെൻ എഡ്വാർഡ് ആൽബി won many important awards for his plays, including the Pulitzer Prize for Drama. His plays talk about modern life, especially how people in big cities become lonely, selfish, and disconnected from each other. Even though people live close together, they often don't truly take or care for one another. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്ലേസൊക്കെ പറയുന്നത് എന്തിനെക്കുറിച്ച് വെച്ചാൽ മോഡേൺ ലൈഫ്. അപ്പോൾ എസ്പെഷ്യലി ഹൗ പീപ്പിൾ ഇൻ ബിഗ് സിറ്റീസ് ബിക്കം ലോൺലി. അപ്പം ആധുനിക ജീവിതത്തിൽ വലിയ സിറ്റീസിലൊക്കെ താമസിക്കുന്ന ആളുകൾ വളരെ ഏകാന്തമായിട്ടാണ് ജീവിക്കുന്നത്. വളരെ സെൽഫിഷായിട്ടായിരിക്കും. അവരുടെ കാര്യങ്ങൾ മാത്രം നോക്കി അങ്ങനെ ഒരു ഡിസ്കണക്റ്റഡ് ആയിട്ട് ആളുകളുമായിട്ടൊരു പരസ്പര കണക്ഷൻ ഇല്ലാതെ ജീവിക്കുന്ന ആ ഒരു അവസ്ഥ. അങ്ങനത്തെ ഒരു ടോപ്പിക്കാണ് അദ്ദേഹം ഇതിൽ പറയുന്നത്. അപ്പോൾ ഈവൻ ദോ പീപ്പിൾ ലിവ് ക്ലോസ് ടുഗദർ, ദേ ഓഫൻ ഡോണ്ട് ട്രൂലി ടോക്ക് ഓർ കെയർ ഫോർ വൺ അനദർ. ആളുകൾ പരസ്പരം അടുത്തൊക്കെ ആയിരിക്കും താമസിക്കുന്നത്. പക്ഷേ അടുത്താണെങ്കിൽ പോലും എന്താണ് ഒരു സംഗതിയും ഒന്നിലും ചെയ്യുന്നില്ല, അവർ കെയർ ചെയ്യുന്നില്ല. അപ്പോൾ അടുത്തുള്ള ആളുകൾക്ക് എന്ത് സംഭവിച്ചാൽ പോലും ഒന്നും ചെയ്യുന്നില്ല, ആളെ ബാധിക്കുന്നില്ല. അല്ലെങ്കിൽ അപ്പുറത്ത് താമസിക്കുന്ന ഒരാൾക്ക് അത് ബാധിക്കുന്നില്ല. അങ്ങനെ അത്രയും ഒരു ഡിസ്കണക്റ്റഡ് ആയിട്ടാണ് ജീവിക്കുന്നത് ഇന്നത്തെ കാലത്ത്. കാരണം എല്ലാവരും സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഡിസ്കണക്റ്റഡ് ആയിട്ട് ജീവിക്കുന്ന ഒരു സംഗതി. അപ്പോൾ അതാണ് ഈ ഒരു പ്ലേയിൽ നമ്മളോട് പറയുന്നത്. ഓക്കെ, ദെൻ ഇനി വളരെ സിമ്പിളായിട്ട് ഈ സ്റ്റോറി എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ദ സൂ സ്റ്റോറി ടേക്ക് പ്ലേസ് ഇൻ ന്യൂയോർക്ക് സിറ്റി ഇൻസൈഡ് സെൻട്രൽ പാർക്ക്. There are only two characters in the whole story, Peter and Jerry. The whole play happens in 1 hour on one park bench. അപ്പോൾ ഈ പ്ലേ നടക്കുന്നത് the zoo story take place in New York City inside Central Park. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്ലേസാണ് കേട്ടോ ഇതിൽ. അപ്പോൾ സൂ സ്റ്റോറി എവിടെയാണ് നടക്കുന്നതെന്ന് നിങ്ങൾ ആൻസർ ചെയ്തുമ്പോൾ അത് മെൻഷൻ ചെയ്യണം. അപ്പോൾ ന്യൂയോർക്ക് സിറ്റിയിലെ സെൻട്രൽ പാർക്കിലാണ് ഈ ഒരു പ്ലേ നടക്കുന്നത്. കാരണം എൻ്റെ പ്ലേയിൽ ഈ ഒരു പ്ലേസിലാണ് ആ പ്ലേ മുഴുവൻ നടക്കുന്നത്. ഓക്കെ, ദെൻ 2 ക്യാരക്ടേഴ്സ്